അങ്ങനെ നമ്മുടെ എൻഗേജ്മെന്റ് ഇവിടെ എത്തി. ഇവിടുന്ന് കോട്ടക്കൽ വരെ പോകാണ്ടായതുകൊണ്ടും 1.5-2 മണിക്കൂർ വെറുതെ ഇരിക്കേണ്ട കാരണം കൊണ്ടും ഒരു ട്രാവലർ അങ്ങോട്ടാക്കി. വണ്ടിയിൽ മൊത്തം തലമൂത്ത കാരണവർമാരായതിനെ കൊണ്ട് ആകെ മൊത്തം ഒരു ശ്മശാനമുഖതായിരുന്നു. അതുകൊണ്ട് സുനിക്കാക്ക് കണ്ണാടിയിട്ടൊന്ന് ഇളകാൻ തുടങ്ങി. ഇളകലിൻ്റെ പവർ കൊണ്ടാണ് തോന്നുന്നു പെട്ടെന്ന് തന്നെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തി പിന്നെ കുറച്ച് നേരം കാത്തിക്കലായിരുന്നു. 2-3 ആൾക്കാരും കൂടി വരാനുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഇറൻ്റെ അയനൂസിൻ്റെയും വൈത്തല ഓടാനേ പിന്നെ നേരം ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ എടുക്കണ കണ്ടപ്പോൾ ആളെ വെച്ച് ഫോട്ടോക്ക് പോസ് ചെയ്യാന്ന്. അങ്ങനെ കുറച്ച് നേരം ഫോട്ടോക്ക് പോസ് ചെയ്തിട്ട് പിന്നെ നേരെ നടക്കാനും തുടങ്ങി. ഇറ പിന്നെ തപ്പുംപാട്ടിനെ പോലെ അങ്ങ് പാറി പറക്കുന്നുണ്ട്. അവിടെ എത്തിയപ്പോൾ നല്ല ഫോട്ടോക്കൊക്കെ പറ്റിയൊരു സ്റ്റേജ് തന്നെ അങ്ങോട്ട് സെറ്റാക്കി. ഏറിയ അയനൂസും ആ സ്റ്റെപ്പിന് മേലെ കയറൽ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ക്യാമറ പിന്നെ മുന്നാക്കൻ്റെ കൈമലായതിനെ കൊണ്ട് മുന്നാക്ക അവിടെ ഇവിടെയൊക്കെ പോയിട്ട് വീഡിയോ എടുക്കണ്ടായിരുന്നു. ഞാനും തെശിയും കൂടി അയനൂസിൻ്റെ ഇറങ്ങി വൈത്തല നടക്കായിരുന്നു. അയനൂസിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം നമ്മൾ കൊണ്ടുപോയിട്ടുള്ള ആ മിഠായി കിറ്റ് അവനക്ക് വേണം എന്നുള്ളതാണ്. അതുകൊണ്ട് തെശി അത് വേഗം കൊണ്ടുപോയിട്ട് ആൾക്ക് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ടേണിങ് ആയി. ഇതൊന്നും നമുക്ക് അങ്ങോട്ട് നല്ലപോലെ ആസ്വദിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ കരച്ചിലും പിരിച്ചിലൊക്കെ ആണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ ഒരു പണിയായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ നിൽക്കുന്ന നേരം കൊണ്ട് ഇവർ പോയി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി. ഇറ പിന്നെ ബിഗ് ഗേൾ അതിനെക്കൊണ്ട് ഞാൻ അവൾക്ക് വാരി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓളെന്നെ തന്നെത്താലെ തിന്നോളൂ. അതുകൊണ്ട് ഞാൻ നല്ല ആസ്വദിച്ച് സമയം എടുത്തിട്ടൊക്കെ ഫുഡ് കഴിച്ച്. ഞാനും തെശിയും സുൻകാക്കിയൊക്കെ ഒന്നിച്ചായിരുന്നിട്ടുണ്ടായിരുന്നു. ഫോറുമ്മച്ചും ഉമ്മമ്മയൊക്കെ എല്ലാവരും കൂടിയിട്ട്. അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാന്നുള്ള പിന്നെ ഒരു ചടങ്ങാണല്ലോ. അകത്തേക്ക് കയറാനൊന്നും നിൽക്കാണ്ട് ഈ തലമൂത്ത കാരണവന്മാർ ഫുഡും കഴിച്ച അവിടെ ഇറങ്ങി ഓടലാ ഒരു ഓട്ടേനു. അങ്ങനെ ഫുഡ് കഴിച്ച് ആളടുത്തൊന്നും സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ നേരെ പോയി വണ്ടി കയറി. അതന്നെ വണ്ടി കയറിയപ്പോൾ പിന്നെ ഞാൻ ഇവനോട് പീസ് വെക്കാൻ പറയും. എൻ്റെ സിനിമയിലെടുത്തെന്ന് പറഞ്ഞിട്ടൊന്നും എനിക്ക് കുറവാവോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ സുനുക്കാക്കൻ്റെ ഒരു തകർക്കലേനു. അതോടുകൂടി നമ്മുടെ പെണ്ണാളുടെ